നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ ഉന്നതികൾ ലഭിക്കുന്നു. ഇവരുടെ ജീവിതം പാടെ മാറുന്നു. പല വിധത്തിൽ തടസ്സങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ പറയുന്ന നക്ഷത്രക്കാർ, അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ വന്നു ചേരുന്നു. പുതിയ പുതിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിനെ വലിയ തോതിൽ സ്വാധീനിക്കും. അതിലൂടെ രക്ഷപ്പെടാനുള്ള ഒട്ടനവധി മാർഗങ്ങൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടും. ജീവിതത്തിൽ പലവിധ പോരായ്മകൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും സാമ്പത്തിക ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പല വിധത്തിലാണ് അത് അനുഭവപ്പെടേണ്ടി വരുന്നത്. ജീവിതം തന്നെ ദുസ്സഹമാകുന്നു. ദൈനംദിന ചെലവുകൾക്ക്, ആഗ്രഹങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നു. ഇത്തരത്തിൽ അനുഭവപ്പെടുന്ന ആളുകൾക്ക് അവരുടെ അനുഗ്രഹത്തിന്റെ, ഭാഗ്യത്തിന്റെ, സൗഭാഗ്യത്തിന്റെ, ഐശ്വര്യത്തിന്റെ നേട്ടങ്ങൾ വന്നു ചേരുന്നതോടുകൂടി അവരുടെ ജീവിതം തന്നെ മാറിമറിയുന്നു. ഒട്ടേറെ ഉയർച്ചകളും മാറ്റങ്ങളും സൗഭാഗ്യ വർധനവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലൂടെ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് കുടുംബ ഐശ്വര്യം, സമൃദ്ധി, സൗഭാഗ്യ വർധനവ്, അതോടൊപ്പം തന്നെ അവർക്കുണ്ടായിരുന്ന പലവിധ ആപത്തുകൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. സാമ്പത്തിക മേന്മകൾ ഉണ്ടാകും. സാമ്പത്തിക ദുരിതത്തിൽപ്പെട്ട് ഉഴലുന്ന ആളുകളാണെങ്കിൽ ശ്വാസം എന്ന പോലെ ഇവർക്ക് സാമ്പത്തിക ഉന്നതി, അത് ചെറിയ തോതിലാണെങ്കിലും അവർക്ക് വലിയൊരു ഭാഗ്യമായി കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക ഭദ്രതയോടുകൂടി ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. ശാരീരിക അസ്വസ്ഥതകൾ, ശാരീരികമായ പലവിധ ബുദ്ധിമുട്ടുകൾ, രോഗ ദുരിതങ്ങളൊക്കെ അവരെ അലട്ടിയിരുന്നു. ജീവിതത്തിൽ പലപ്പോഴും അവരുടെ ഇപ്പോഴുള്ള അവസ്ഥകൾ ഓർത്ത് അവർ ദുഃഖിതരായിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസം എന്നോണം അവരുടെ രോഗ ദുരിതങ്ങൾക്ക്, പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവശതകൾ ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ, കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ ചികിത്സാ മാർഗങ്ങൾ ഇവർക്ക് അനുകൂലമായി വരുന്നു. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ലഭ്യമാകുന്നു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ വരാൻ പോകുന്നു. ഇവർക്ക് മാത്രമല്ല, ഇവരുടെ കൂടെയുള്ള ആളുകൾ, മക്കളാണെങ്കിലും കുടുംബാംഗങ്ങളാണെങ്കിലും മറ്റുള്ള സുഹൃത്തുക്കളാണെങ്കിലും പല നല്ല വാർത്തകളും കേൾക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് വന്നു ചേരും. ഇവർ ചെയ്യേണ്ടത്, ഇവർക്ക് ശിവക്ഷേത്ര ദർശനം സാധിക്കുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇവരുടെ പേരിൽ വഴിപാടുകൾ ശിവക്ഷേത്രത്തിൽ കഴിപ്പിക്കുക. പ്രത്യേകിച്ചും കൂളമാല ഭഗവാന് ചാർത്തി, പിൻവിളക്ക് വഴിപാടായി സമർപ്പിച്ച്, ജലധാര ഭഗവാന് സമർപ്പിച്ച് വഴിപാടായി സമർപ്പിച്ച് ചെയ്യുന്ന മുറയ്ക്ക് അവിടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒരു തരത്തിലുള്ള കോട്ടങ്ങളും സംഭവിക്കാതെ നിൽക്കുകയും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ മാറി നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യ രംഗത്ത്, ആരോഗ്യപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അതായത് മനസ്സും ശരീരവും ഒരേപോലെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം. അതിലൂടെ അവർക്ക് ഏതൊരു കാര്യത്തിന് അവരുടെ മനസ്സിൽ വിചാരിച്ചാൽ പോലും ഇച്ഛാശക്തി കൊണ്ട് അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയും ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും ലാഭം വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം, ഒട്ടേറെ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്.
അതിലൂടെ മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഇവർ ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. ഭഗവാന് നെയ്പായസം വഴിപാടായി സമർപ്പിക്കുക. വെറ്റിലമാല ഭഗവാന് വഴിപാടായി സമർപ്പിക്കുക. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഇവർക്ക് തരണം ചെയ്ത് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ തെളിയും. അതിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. മഹാഭാഗ്യം, മഹാഐശ്വര്യം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം വലിയ തോതിൽ തന്നെ മാറിയിരിക്കും. അത്ഭുതം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു സമയമാണ്. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകും. പലതരത്തിലുള്ള തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിടാനുണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹം, അവരുടെ പ്രാർത്ഥന ഇതൊക്കെ വലിയ തോതിൽ തന്നെ അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കുകയും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുകയും ചെയ്യുന്ന ഒരു സമയം വന്നു ചേരുന്നു. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യം തന്നെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നു. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് മനസ്സിനിഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കാനുള്ള ഒരു അവസരമാണ് ഇവർക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. ജോലിയിൽ വലിയ ഉയർച്ചകൾ കാണും. ഇപ്പോൾ ഒരു സമയം തൊഴിൽപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ നേരിടുന്ന ആളുകളാണെങ്കിൽ ഈ നക്ഷത്രത്തിൽ പിറന്ന പല ആളുകൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് തൊഴിൽ ഉണ്ടാകുന്നത്. ചിലർക്കാകട്ടെ താൽക്കാലിക തൊഴിൽ പോലും ലഭിക്കാത്തൊരു സാഹചര്യം, ചിലർക്കാകട്ടെ ഉള്ള തൊഴിലിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ജോലിയിൽ സ്ഥിരത ലഭിക്കാത്ത സാഹചര്യമാണ്. ആണെങ്കിലും ഇവർക്കൊരു ഉന്നതി, മനസ്സിനിഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജോലി, അതോടൊപ്പം തന്നെ ഇവർക്ക് സാമ്പത്തിക ഉന്നതി വരാത്തൊരു സാഹചര്യം, ഇതിനൊക്കെ ഒരു മാറ്റം കാണുന്നു. ജീവിതത്തിൽ തകർന്നു പോയി എന്ന് കരുതുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാൻ പോകുന്നത്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയും ഐശ്വര്യസമ്പൂർണമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ആഗ്രഹങ്ങൾ നടപ്പിലാകുന്ന ഒരു സമയമാണ്. വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരം അവരുടെ മുന്നിൽ തുറന്നു കിട്ടുന്നു. അതിനുള്ള പേപ്പർ വർക്കുകളാണെങ്കിലും അതിനുള്ള സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും ഒക്കെ അതിന് അനുകൂലമായി തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം. ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അവരുടെ പരിശ്രമ ഫലമായി, അവരുടെ അധ്വാനത്തിന്റെ ഫലമായി ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതിയും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം പാടെ മാറുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. മഹാഗണപതി ക്ഷേത്രത്തിൽ ഭഗവാന് ഇഷ്ട വഴിപാടുകളോ യഥാശക്തി വഴിപാടുകളോ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾക്കും നവഗ്രഹ ദോഷ ശാന്തിക്കും ഭഗവാന് വഴിപാടുകൾ സമർപ്പിക്കുക. ജീവിതത്തിലെ പലവിധ തടസ്സങ്ങൾ മാറി, പ്രത്യേകിച്ചും സാമ്പത്തിക ദുരിതമാണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള തൊഴിൽ തടസ്സമാണെങ്കിലും ഇതൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. കുടുംബ ദുരിതങ്ങൾ മാറുന്ന ഒരു സാഹചര്യങ്ങൾ, ഇത്യാദി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുകയും ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അതിലൂടെ മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു. കോടീശ്വര യോഗം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഉയർന്ന വരുമാനവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നേട്ടങ്ങൾ കുംഭരമാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു. കുതിച്ചുയരുന്ന ഒട്ടേറെ അവസരങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം, സമ്പന്ന പദവി ഇത്യാദി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുകയും ചെയ്യുന്ന അത്ഭുതങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്.
സാമ്പത്തിക അച്ചടക്കത്തിലൂടെ, ഉയർന്ന വരുമാനത്തിലൂടെ, മികച്ച മുന്നേറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന ഒരു അവസരം ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു. മികച്ച അവസരങ്ങൾ, മികച്ച മുന്നേറ്റങ്ങൾ, ഉയർന്ന വരുമാനം ഇത്യാദി കാര്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. പഠന സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുകയും ഉയർന്ന രീതിയിൽ ഇവരുടെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അത്യപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നത്. സാമ്പത്തിക അച്ചടക്കത്തിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും. മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. മഹാഭാഗ്യം തന്നെ, മഹാഐശ്വര്യം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. പലവിധ പ്രശ്നങ്ങളാണ് ഇവർക്കുണ്ടായിരുന്ന കുടുംബ പ്രശ്നങ്ങളാണ് ഇവരെ വല്ലാതെ അലട്ടിയിരുന്ന ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് തലപൊക്കിയിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജീവിത പ്രതിസന്ധികൾ നേരിടേണ്ട ഒരു സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട്. മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരുകയും ജീവിതത്തിൽ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മഹാഭാഗ്യകരമായിട്ടുള്ള അവസരങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക അച്ചടക്കത്തിലൂടെ, മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ ഒന്നിച്ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് കാരണമാകും. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ലോട്ടറി ഭാഗ്യം വരെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മഹാഭാഗ്യമാണ്, മഹാ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. സാമ്പത്തിക അച്ചടക്കത്തിലൂടെ മികച്ച വരുമാനമൊക്കെ വന്നു ചേരുന്നതിനും ഉയർന്ന രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച ഉയർച്ചകൾ, മികച്ച മുന്നേറ്റങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.